കാര്യങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൽ മുന്നോട്ടു പോകണമെന്ന എന്റെ കക്ഷിയായ സ്വാതി ആഗ്രഹിക്കുന്നത്. എനിക്ക് മാഡം പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. മിസ്റ്റർ സഞ്ജുവുമായി ഭാര്യാഭർത്തൃബന്ധം ഇനി തുടരുവാൻ എന്റെ കക്ഷി സ്വാതി ആഗ്രഹിക്കുന്നില്ല. സ്വാതിക്ക് നിങ്ങളിൽ നിന്നും വേർപിരിയണം. അതിന് സഞ്ജുവിൽ നിന്നും എന്റെ കക്ഷിക്ക് ഡിവോഴ്സ് വേണം. വളരെ സൗഹൃദത്തോടു തന്നെ വിവാഹബന്ധം വേർപ്പെടുത്തണമെന്ന എന്റെ കക്ഷിയുടെ ആഗ്രഹം. സഞ്ജു, ഈ ഡിവോഴ്സ് പെറ്റീഷൻ ആദ്യമൊന്ന് വായിച്ചു നോക്കൂ. ഡിവോഴ്സിന് സഞ്ജുവിന് സമ്മതമാണെങ്കിൽ മ്യൂച്വലായി തന്നെ രണ്ടാൾക്കും പിരിയാം. ഇതിൽ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. കോടതിയിൽ കേസ് സമാധാനപരമായി തന്നെ അവസാനിപ്പിക്കാം. അതല്ലേ നല്ലത് മിസ്റ്റർ സഞ്ജയ്? ആദ്യം മിസ്റ്റർ സഞ്ജയ് ഈ ഡിവോഴ്സ് നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കൂ. എന്റെ സ്വാതി തന്നെ മാഡത്തോട് ഇതൊക്കെ പറഞ്ഞോ? സംശയിക്കണ്ട. സ്വാതി എന്റെ ഓഫീസിൽ നേരിട്ട് വന്ന് എന്നോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതാ. സ്വാതിക്കൊരു കുഞ്ഞിന്റെ അമ്മയാകാൻ ശേഷിയില്ലെന്നാ ഈ വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ എന്റെ കക്ഷി ഭർത്താവായ സഞ്ജുവിന്റെ നല്ല ഭാവിയെ ഓർത്ത് സ്വയം ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരിക്കുക. എന്നാലും സ്വാതി ഇതെന്താ ഇങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇക്കാര്യം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോക്ക് സ്വാഭാവികം. സാവകാശം ഇരുന്ന് ആലോചിച്ച് ഉചിതമായ ഒരു തീരുമാനമെടുക്ക്. അതാ എനിക്ക് ഉപദേശിക്കാനുള്ളത്. എന്റെ സ്വാതി ഇങ്ങനെ ചെയ്തല്ലോ. ഈശ്വര, ഇതെന്ത് പരീക്ഷണം? മിസ്റ്റർ സഞ്ജയ്, താങ്കൾ എന്താണ് ആലോചിക്കുന്നത്? ഓക്കെ, ഇപ്പോൾ ഞാൻ പോകുന്നു. എന്റെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഇതിലുണ്ട്. എത്രയും വേഗം സഞ്ജു ഒരു തീരുമാനമെടുത്ത് എന്നെ അറിയിക്കണം. അപ്പോ ഈ ഡിവോഴ്സ് കേസ് വഴക്കൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. വേർപിരിഞ്ഞാലും സ്വാതിയും മിസ്റ്റർ സഞ്ജയും നല്ല സുഹൃത്തുക്കളായി തന്നെ തുടരണം. വക്കീൽ എന്ന നിലയിൽ ഇതെന്റെ ആഗ്രഹമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ സ്വാതി എടുക്കുന്നില്ല. അപ്പോ സ്വാതി ഫോൺ മനഃപൂർവ്വം അറ്റൻഡ് ചെയ്യാത്തത്.
എന്റെ സ്വാതിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനായി? എന്തായാലും സ്വാതി ഒന്ന് കാണണം, കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഡിവോഴ്സ് പെറ്റീഷനുള്ള വരവാ, കൊള്ളേൻ്റെ അടുത്ത് തന്നെ കൊണ്ടു. സ്വാതി, എന്താ മോനെ? എന്താ സ്വാതി കണ്ടില്ലേ? കണ്ടു. അങ്കിൾ ഇതൊന്ന് വായിച്ചേ. ഇതെന്താ? ഡിവോഴ്സ് നോട്ടീസാ. സ്വാതിയുടെ അഡ്വക്കേറ്റ് എനിക്ക് കൊണ്ടുവന്ന് തന്നതാ. ഡിവോഴ്സ് നോട്ടീസോ? അതെ. അങ്കിൾ ഇത് തുറന്ന് വായിക്കേ. എന്താ അങ്കിൾ സ്വാതി ഇങ്ങനെ? അത്രയ്ക്ക് അവൾ എന്നെ വെറുത്തുപോയോ? ഞാൻ എന്റെ ജീവനെ പോലെയാ സ്വാതിയെ സ്നേഹിച്ചത്. പക്ഷെ സ്വാതി എന്നോട് സ്വാതി കാട്ടിയതെല്ലാം വെറും അഭിനയായിരുന്നോ? എനിക്കിപ്പോഴും ഇതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്നാലും സ്വാതി സഞ്ജുവിന് ഡിവോഴ്സ് നോട്ടീസൊക്കെ അയക്കാന്ന് പറഞ്ഞ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഡിവോഴ്സ് നോട്ടീസോ? എന്നിട്ട് ഞാൻ സ്വാതിയോട് എന്താ കാരണമെന്ന് ചോദിച്ചപ്പോ അവള് പറയാ അവൾക്ക് അവളുടെ വഴി, സഞ്ജുവിന് സഞ്ജുവിന്റെ വഴിയെന്ന്. അങ്കിൾ, സത്യത്തിൽ എനിക്കും എന്റെ ഹൃദയം നുറുങ്ങുന്ന വേദനയാ. സഞ്ജു, നീ അറിയാത്തൊരു കാര്യമുണ്ട്. നിന്നെ കൂടി ടെൻഷനാക്കണ്ടെന്ന് കരുതിയാ മനഃപൂർവ്വം ഞാനത് പറയാതിരുന്നത്. എന്ത് സത്യം? അങ്കിള് പറയ്, ഞാൻ കേക്കട്ടെ. സഞ്ജു, ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന ആ സത്യം സ്വാതി അറിഞ്ഞു. ഇതാരാന്ന് നിനക്ക് പറയാമോ? ഇത് ലച്ചു ചേച്ചിയുടെ ഭർത്താവ് സഞ്ജുവേട്ടനല്ലേ? ആ സത്യം സ്വാതിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. അതാ എന്റെ മോള്
കൈനരമ്പ് മുറിച്ച് സ്വയം ഇല്ലാതാവാൻ പോലും ശ്രമിച്ചത്. നമ്മളെല്ലാം വേദനിപ്പിക്കണ്ടെന്ന് കരുതിയാവും എന്റെ സ്വാതിയെല്ലാം ഉള്ളിൽ ഒതുക്കുന്നേ. അവളിങ്ങനെ സ്വയം ഉരുകി ഉരുകി തീരുക. നീ എന്റെ മോളെ ചതിക്കായിരുന്നു അല്ലടാ. കാഞ്ചന, നീ എന്തീ കാണിക്കുന്നെ? വിടാവനെ. വിടാൻ. കാഞ്ചന. വിട്. എന്തീ കാണിക്കുന്നെ? വിട്. വിടാനല്ലേ നിന്നോട് പറഞ്ഞേ? കാഞ്ചന, വിടാൻ. ഇവൻ മനഃപൂർവ്വം ചെയ്തതല്ല, അതങ്ങനെ സംഭവിച്ചു പോയതാ. അതിങ്ങനെ കാഞ്ചന ബഹളം വെച്ചു അതൊരു വലിയ ഇഷ്യൂ ആക്കണ്ട. പ്രഭ ഇവനോടൊപ്പം ചേർന്ന് സ്വന്തം മോളെ ചതിക്കായിരുന്നില്ലേ? ഈ സത്യങ്ങളെല്ലാം നിങ്ങൾക്കും അറിയായിരുന്നില്ലേ? എന്നിട്ടും എന്തിനാ ഈ രണ്ടാം കെട്ടുകാരന് നമ്മുടെ മോളെ കെട്ടിച്ചു കൊടുത്തത്? ഇത് ചതിയാ, കൊടുംചതി. ഞാനിത് സഹിക്കില്ല. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഒരമ്മയെ സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ. എനിക്കൊന്ന് കേൾക്കണ്ട, ഒന്നും പറയണ്ട ഇനി ആരും. ഒരു ലച്ചു അവളെ എല്ലാത്തിനും കാരണം. എന്റെ മോളെ കൊലയ്ക്ക് കൊടുത്തത് അവള്, ആ ലച്ചു. അവള് സുഖിച്ചു വാഴുക. എനിക്കിത് പറ്റില്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇപ്പൊ ഞാൻ അവളെ മംഗലശ്ശേരിയിൽ നിന്ന് അടിച്ചിറക്കും. ഇനി അവൾ അവിടെ വാഴില്ല. കാഞ്ചനയെ പറയുന്നേ. കാഞ്ചന നിൽക്കും. വിടന്നെ. നിൽക്കാൻ. കാഞ്ചന നമ്മളെന്താ പറയും? കാഞ്ചന, കാഞ്ചനെ, കാഞ്ചന നിക്കേ. നീ എന്തിനുള്ള പുറപ്പാടാ? അത് ഞാൻ വീണ്ടും പറയണോ പ്രഭേ? ഒന്നും വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. വിടന്നെ പ്രഭേ, വിടന്നെ പറഞ്ഞേ. വിടാൻ. വിടന്നെ. എടുത്തു ചാടി നീ ഇപ്പൊ ഒന്നും ചെയ്യരുത്. പ്രഭേന്റെ വിട്. എനിക്കിനി ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ലച്ചുവിനെ മംഗലശ്ശേരിയിൽ നിന്ന് ഇറക്കി വിട്ടാ ഈ പ്രശ്നം തീരുമെന്ന് നീ കരുതുന്നുണ്ടോ? പ്രശ്നം തീർന്നാലും ഇല്ലെങ്കിലും ഇനി ആ പെണ്ണ് ആ വീട്ടിൽ വേണ്ട. എന്റെ മോളെ പുറത്ത് ചാടിച്ച് ദേ ഇവന്റെ ആദ്യ ഭാര്യയായി അവൾ ഇനി അവിടെ വേണ്ട. കാഞ്ചന, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. വിട് പ്രഭേ. അച്ഛാ, ശ്രീകുട്ടി എന്റെ മുന്നിൽ നിന്ന് മാറ്. അമ്മ എന്റെ നെഞ്ചത്തുകൂടി വണ്ടി കയറ്റി പൊക്കോ. ജീവിക്കാനുള്ള എന്റെ ആഗ്രഹമൊക്കെ എപ്പോഴും നഷ്ടമായി കഴിഞ്ഞു. എന്താടി നിന്റെ മനസ്സില്? ഇനി അവൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനോ? അതെ, അവളെ സഞ്ജുവിന്റെ ഭാര്യയായി മംഗലശ്ശേരിയിൽ ജീവിക്കണം. അത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മതിയായില്ലേ നിങ്ങൾക്ക്? സ്വന്തം മോളുടെ ജീവിതം തകർന്നടിയുന്നത് വരെ നിങ്ങൾ നോക്കി നിന്നില്ലേ? നിങ്ങളൊരു അച്ഛനാണോ? അന്ന് നിങ്ങൾ ആ സത്യം അറിഞ്ഞതിന് ശേഷം ആ പെണ്ണിനെ തന്ത്രത്തിൽ ഒഴിവാക്കി വിട്ടിരുന്നെങ്കിൽ ഇന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നോ? അന്ന് നിങ്ങളിത് മൂടി വെച്ചു. അതിന്റെ വിലയാ നിങ്ങളിപ്പോ അനുഭവിക്കുന്നത്. എന്റെ മോളുടെ ജീവിതം പോയില്ലേ? അതിന് അവളുടെ അച്ഛനായി നിങ്ങൾ കൂട്ടുനിന്നു.
എന്റെ കുഞ്ഞിനെ ചതിച്ചിട്ട് എന്ത് കാണാനാടാ നീ ഇനി നിൽക്കുന്നത്? കുടുംബത്തോട് ഞങ്ങൾ കത്തിച്ചാമ്പലാവുന്നത് നിനക്ക് കാണണോ? പോടാ എന്റെ മുമ്പിന്ന് പോകാൻ. എന്തിനാണ് നീ എന്നെ തടഞ്ഞത്? നിന്നെ വഞ്ചിച്ചിട്ടും അവനോട് ക്ഷമിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നടി? മോളെ, നാട്ടുകാരെ കൊണ്ട് ചിരിപ്പിക്കാതെ നീ കേറിപ്പോ. ഭർത്താവില്ലാതെ മോള് വീട്ടിയിരിക്കുമ്പോ നാട്ടുകാരൊന്നും അറിയില്ല. അറിഞ്ഞാലും പ്രഭയ്ക്ക് നാണക്കേടുമില്ല. മോളെ, സ്വാതി, മോളെ ശ്രീകുട്ടി, സ്വാതി മോളെ, മനസ്സ് വേദനിപ്പിച്ചപ്പോ മതിയായില്ലേ? കുറച്ച് വെള്ളം കൊണ്ടുവാ. മോളെ, 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 മോളെ ശ്രീകുട്ടി, മോളെ, മോളെ, മുഖത്തോട്ട് കൊടാ. മോളെ കണ്ണു തുറക്ക്. മോളെ, 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 മോളെ ശ്രീകുട്ടി, മോളെ, മോളെ കണ്ണു തുറക്കടി. മോളെ, 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 മോളെ സ്വാതി. പ്രഭേ, നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. എന്റെ മോള് നേരവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. ടെൻഷൻ കയറി വീണതാ. കണ്ണു തുറന്നാ മതിയായിരുന്നു. മോളെ, പറയുന്നത് പ്രഭയെന്ന് കേക്ക്. എന്റെ മോളെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാം. നീ വേഗം വീട് ലോക്ക് ചെയ്തിട്ട് വാ. മോളെ, മോളെ, മോളെ കണ്ണു തുറക്ക്. മോളെ, മോളെ, മോളെ ശ്രീകുട്ടി, മോളെ കണ്ണു തുറക്ക്. പ്രഭ വേഗം കാർ എടുക്ക്. മോളെ, കാഞ്ചന, നീ ചെന്ന് ഡോറ് തുറക്ക്. മോളെ കേറ്. പേഷ്യന്റെ പേരൻസിനകത്തേക്ക് വിളിക്കൂ. ശരി മാഡം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. BP ലെവലിൽ വന്ന മാറ്റവാ ബോധക്ഷയം വന്നത്. എനിക്കിന്ന് പോവാമോ ഡോക്ടർ? ഉടനെ പോകാം. മോളെ, സ്വാതി ഇപ്പോ നോർമൽ സ്റ്റേജിലാ. ഒരു ടെസ്റ്റ് കൂടി കഴിഞ്ഞാ വീട്ടിലേക്ക് കൊണ്ടുപോവാം. ശരി ഡോക്ടർ. റിസൾട്ട് വരുമ്പോ എന്നെ ഒന്നൊന്ന് കണ്ടാ മതി. ആ
ഹാപ്പി ആയിട്ടിരിക്കെ. ഷീബ, പേഷ്യന്റ് ബ്ലഡ് കളക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ശരി ഡോക്ടർ. ഈ ടെൻഷൻ ഇന്ന് തീരും ദൈവമേ. എത്ര കാലമായിട്ട് തുടങ്ങിയതാ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങുന്നത്. എല്ലാ ടെൻഷനും ഞാൻ തീർക്കും പ്രഭേ. എന്റെ മോളെ ഞാനൊന്ന് വീട്ടിലെത്തിച്ചോട്ടെ. നാണോ മാനോ ഇല്ലാതെ മംഗലശ്ശേരിയിൽ അടയിരിക്കുന്ന അവളെ ഞാൻ അടിച്ച് പുറത്താക്കി പുണ്യാഹം തളിക്കും. അമ്മേ, അമ്മൂനെ ഇറക്കി വിട്ടതുകൊണ്ട് പ്രശ്നം തീരുന്നാണോ അമ്മ കരുതുന്നത്? അവള് സഞ്ജുവിന്റെ ആദ്യ ഭാര്യ. എന്ത് ഭാര്യ? അവളൊരു കല്യാണ നാടകം കളിച്ചതുകൊണ്ട് അവളെങ്ങനെ ഭാര്യയാവും? അവരൊന്നിച്ച് ജീവിച്ചില്ലെന്നല്ലേ ഉള്ളൂ. താലി കെട്ടിയ പെണ്ണ് ഭാര്യ തന്നെയാ.